ഹായ് ഫ്രണ്ട്സ്, കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫിൻ്റെ കരളാണ്. അതെങ്ങനെയാണ് ഫ്രൈ ആക്കണേന്ന് നോക്കാം. അതിനൊക്കെ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഫ്രൈ ആക്കി വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ വലിയവർക്കായാലും ബീഫിൻ്റെ കരൾ ഫ്രൈ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ അങ്ങനെ കഴിക്കാം. നല്ല ടേസ്റ്റായിട്ട് ഇതെങ്ങനെയാണ് ഫ്രൈ ആക്കി എടുക്കണേന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു കരളായതുകൊണ്ട് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ മതി വെളിച്ചെണ്ണ. ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒത്തിരി വേണ്ട, നമുക്ക് ഒരു കുഞ്ഞ് സവാള മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് ഇട്ട് കൊടുക്കാം. അര സ്പൂൺ മതിയാവും, കാരണം ഇതൊരു 1/2 കിലോഗ്രാമാണ് ഈ കരൾ. നമുക്ക് അത്രയും മതി. പിന്നെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിപ്പോൾ ചതച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനി പേസ്റ്റാക്കി വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഓരോന്നിനും അതിൻ്റേതായ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ഏതായാലും ടേസ്റ്റ് ഉണ്ട്. പിന്നെ കരൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും കരൾ ഫ്രൈ തന്നെ ആക്കി വെക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ബീഫിൻ്റെ കൂടെ നമ്മൾ ബീഫ് വാങ്ങുമ്പോൾ കരൾ കുഞ്ഞു കഷ്ണമൊക്കെ ഉണ്ടാകും. അതേപോലെ ഇപ്പോൾ കുറച്ചധികം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അത് പ്രത്യേക ടേസ്റ്റാണ്. കരളൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവരുണ്ടാവും. ഇതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിന് മെയിൻ നമ്മൾ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ നമുക്കത് കുരുമുളക് പൊടി 1 ടീസ്പൂൺ നിറച്ചിട്ട് കൊടുക്കണം. കുരുമുളക് പൊടിയിലാണ് ഈ കരൾ വേണ്ടത്, അതിന് പ്രത്യേക ടേസ്റ്റ്. പിന്നെ നമുക്ക് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മുളക് പൊടി നമുക്കൊരു 1/2 ടീസ്പൂൺ മതി, കാരണം കുരുമുളക് പൊടി കൂടുതലിടുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് പെരിഞ്ജീരകം പൊടിച്ചതാണ്. അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി നമുക്ക് 2 ടീസ്പൂൺ നിറച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് കരളിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. വളരെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പിന്നെ സമയവും അധികം വേണ്ട. കരളായതുകൊണ്ട് പെട്ടെന്ന് കുക്കായിക്കോളും. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി.
മസാല അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറിയപ്പോൾ നമുക്ക് കരളിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 കിലോഗ്രാം കരൾ ഫ്രൈ ആക്കുന്നതിൻ്റെ ഇതാണ് പറഞ്ഞു തന്നെ, മസാലക്കൂട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കരളൊക്കെ വാങ്ങി എല്ലാവരും ഇങ്ങനെയൊന്ന് കറി വെച്ച് കഴിച്ചു നോക്കണം. അപ്പോൾ ഇതിനകത്ത് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കഴുകി വാരി വെച്ച കരളിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും കറികളൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ബീഫ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത്. നമ്മളതനുസരിച്ച് മുളക് പൊടി കുറച്ചിട്ടാൽ മതി. പിന്നെ ഞാനിപ്പോൾ ഇത് കാശ്മീരി ചില്ലിയാണ്, അപ്പോൾ അധികം എരിവൊന്നും ഉണ്ടാവില്ല. കളറിന് വേണ്ടിയാണ് നമ്മൾ ചേർക്കണത്. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഉണ്ടല്ലേ, നമ്മൾ വെള്ളമൊന്നും ഒട്ടും ഒഴിക്കണ്ട. അപ്പോൾ ഇതിനകത്ത് തന്നെ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം പോലെ കണ്ടോ. അപ്പോൾ അതിനകത്ത് തന്നെ കിടന്നത് നന്നായിട്ട് വെന്ത് വന്നോളും. നമുക്കൊന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്കിത് വെന്തോന്നൊക്കെ നോക്കി നോക്കാം. ഇല്ലേ, നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു കഷ്ണം എടുത്ത് വെന്തോ നോക്കി നോക്കാം. ഉപ്പൊക്കെ പാകാണോ നോക്കാം. വെന്തിട്ടുണ്ട്, ഉപ്പൊക്കെ പാകമാണ്. നമുക്ക് ബർണർ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ കറികൾ ഫ്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ കുറച്ച് എരിവ് കുറയ്ക്കുക. കുരുമുളകിൻ്റെ ഇത് കുറച്ചിട്ട് കാശ്മീരി മുളക് പൊടി ഇടുക. എന്നാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കരൾ ഫ്രൈ ആണ്. അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കണം. നമുക്ക് വളരെ ടേസ്റ്റി ആയ ഒരു കരൾ ഫ്രൈ തന്നെ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം.